അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, പുണ്യമാക്കപ്പെട്ട ഒരു മാസത്തിലാണ് നാം ഇന്നുള്ളത്. അതിൻ്റെ ഓരോ ദിനരാത്രങ്ങളും നമ്മളോട് വിട പറഞ്ഞങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്രമാത്രം പ്രയോജനപ്പെടുത്താൻ സാധിച്ചുവെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കപ്പെടേണ്ടതാണ്. ആ മാസം കൊണ്ടും ഈ ജീവിതം കൊണ്ടും നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് മരണാനന്തരമുള്ള ആ സ്വർഗപ്രവേശനത്തിലാണ്. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിൽ 65-66 ആയത്തുകളിലൂടെ പരമകാരുണികൻ്റെ ഇഷ്ടദാസന്മാരുടെ പ്രാർത്ഥനയായി അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. റബ്ബന സ്രിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ആറാമ ഇന്ന ഹാസഅത്ത് മുസ്തഖറം വ മുഖാമ. റബ്ബേ, ഈ നരകശിക്ഷ ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരണേ. നരകം വന്നത് അതിലെ ശിക്ഷ മഹാനഷ്ടമാകുന്നു, തീരാ നഷ്ടമാകുന്നു. ആ നരകം അത് മോശമായ ഒരു പാർപ്പിടവും ഒരു സങ്കേതവുമാകുന്നു എന്ന് പരമകാരുണ്യൻ്റെ ഇഷ്ടദാസന്മാർ നിത്യേന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രാർത്ഥന നമ്മളും ജീവിതത്തിൽ നിന്നും നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. കാരണം നരകം, വിശുദ്ധ ഖുർആനിലെ നരകത്തെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്ന ഓരോ ആയത്തുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ ആ നരകത്തിൻ്റെ ശിക്ഷ എന്നത് ഭയാനകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ നരകത്തിലേക്ക് ആൾക്കാർ കൂട്ടം കൂട്ടമായി ചെല്ലുമ്പോൾ ആ നരകത്തിൻ്റെ കാവൽക്കാരായ അല്ലാഹു നിർത്തിയിരിക്കുന്ന കഠോരമായ ഹൃദയത്തിന് ഉടമസ്ഥരായ ആ മലക്കുകൾ പോലും ചോദിച്ചു പോകും, നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതായിട്ട് ആരും നിങ്ങളുടെ അടുക്കൽ വന്നിരുന്നില്ലേ എന്ന് അവർ ചോദിക്കുന്ന ഒരു സന്ദർഭം. അത്രയും ഭയാനകമാണ് ആ ശിക്ഷ എന്നുള്ളതാണ് അവരുടെ ചോദ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആ നരകത്തിൽ നിന്നും നമ്മൾ സ്വയം രക്ഷിക്കുകയും അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ സത്യവിശ്വാസികളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറ. സത്യവിശ്വാസികളെ, നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾ ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നു. അത്രയും ഭയാനകരമായ ആ നരകത്തെക്കുറിച്ച് ഓരോ സത്യവിശ്വാസിയും ഇന്ന് കാവൽ ചോദിക്കുകയും ഈ വിശുദ്ധ റമളാൻ മാസത്തിൻ്റെ വരുന്ന ദിനരാത്രങ്ങൾ അതിനുവേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.